നമസ്കാരം, ഞാൻ ജിഷ്ണു വാസ്തവ. എല്ലാവർക്കും ഇടവന വേദസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മൂലനക്ഷത്രക്കാർക്ക് ഈ വർഷം അവർക്ക് പൊതുവേ മടിയില്ല, പക്ഷെ ഈ വർഷം അവർക്ക് മടി ആയിട്ടുള്ളൊരു സ്വഭാവവിശേഷം വരും. അപ്പോൾ അതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് വളരെ നല്ല വർഷമായിരിക്കും 2024. കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി പോയാൽ, ആ പങ്ക്ച്വാലിറ്റിയോട് കൂടി പോയാൽ അവർക്ക് കരിയറിൽ തന്നെ നല്ലൊരു ഗുഡ് വില്ല് നേടാൻ സാധിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ കിട്ടും. ഒരു കാരണവശാലും ആ ഉത്തരവാദിത്തങ്ങൾ തള്ളിക്കളയുകയോ നിരസിക്കുകയോ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടും ഒരു തർക്കങ്ങളിലേക്കോ വഴക്കിലേക്കോ ആർഗ്യുമെന്റിലേക്കോ പോകാൻ പാടില്ല. കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു തേർഡ് പേഴ്സന്റെ ഇടപെടൽ കുടുംബത്തിലേക്ക് ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. അത് ഈ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം. പാരമ്പര്യമായിട്ട് കിട്ടേണ്ട സ്വത്തുവകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കിട്ടാനും നല്ലൊരു സമയമാണ്. പക്ഷേ ഇവരുടെ കയ്യിലിരിക്കുന്ന ആ രേഖകൾ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് തന്നെ സൂക്ഷിച്ച് വെക്കണം. നഷ്ടപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പുതിയ വാഹനങ്ങൾ മേടിക്കുകയോ നമ്മുടെ വീട് ഷിഫ്റ്റ് ചെയ്യുകയോ പുതിയ വീട് മേടിക്കുകയോ ചെയ്താൽ ആ ക്ഷമയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം വേണം ഓരോ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യാൻ. എടുത്തുചാട്ടം പാടില്ല. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്, പക്ഷെ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് ഇവരുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുക. രാഷ്ട്രീയ മേഖലയിൽ ശ്രദ്ധിക്കേണ്ടത് അവരുടെ പ്രവൃത്തിയിലും ആ വാക്കിലും ആ ക്ഷമ വളരെ അത്യാവശ്യമാകണം. ആ ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ അവരാഗ്രഹിക്കുന്ന രീതിയിലേക്ക് എങ്കിലും അവർക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. കലാ മേഖലയുള്ളവർക്കും മീഡിയ രംഗത്തുള്ളവർക്കും ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, എന്നാലും ഒന്ന് സ്ലോ ആയിരിക്കും. പക്ഷേ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് അല്ലെ ടിപ്സ് ഉപയോഗിച്ച് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കണം. പല പാകപ്പിഴകളും വരും, പല ട്രാപ്പിലും പെടാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ അവരുടെ ആ ഉത്തരവാദിത്വം, ആ പഠിക്കുന്ന കാര്യത്തിലുള്ള ഉത്തരവാദിത്വം കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ വേണം അവരുടെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ. ശ്രദ്ധിക്കേണ്ടത് അവർക്ക് പല വിധത്തിലുള്ള ചീത്ത കൂട്ടുകെട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട് ഈ മൂലനഷ്ടം. അപ്പോൾ ആ കൂട്ടുകെട്ടും കൂടെ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം മുഴുവൻ ഡൗൺ ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രാത്രി യാത്രകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും രാത്രിയിൽ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നിൽക്കുകയോ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയോ ചെയ്യാൻ പാടില്ല. ആരോഗ്യ സംബന്ധമായിട്ട് പാരമ്പര്യമായിട്ടുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ അൾസർ, BP തുടങ്ങിയ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്.